നമസ്കാരം. ഇറാൻ അമേരിക്ക യുദ്ധം ആരംഭിച്ച സമയത്ത് ലിയോ 14 മാർപ്പാപ്പ യുദ്ധത്തെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. മാർപ്പാപ്പ ദൈവിക കാര്യങ്ങളിൽ മാത്രം അഭിപ്രായം പറഞ്ഞാൽ മതിയെന്നും ഇറാനിൽ ഇതിനു മുൻപ് നിരപരാധികളായ ആളുകളെ ഭരണകൂടം കൊന്നുതള്ളിയപ്പോൾ മിണ്ടിയില്ല എന്നുമൊക്കെ ഡൊണാൾഡ് ട്രംപ് ഇതിന് മറുപടിയുമായി പറഞ്ഞിരുന്നു. എന്നാൽ ലിയോ 14 മാർപ്പാപ്പയുമായുള്ള വാക്പോര് മുറുകുന്നതിനിടെ രാജ്യത്തോടുള്ള എളിമയുടെ സന്ദേശവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. അമേരിക്കയുടെ 250-ാം ജന്മദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന അമേരിക്ക ബൈബിൾ വായിക്കുന്നു എന്ന പരിപാടിയുടെ ഭാഗമായാണ് ട്രംപ് ബൈബിൾ വചനങ്ങൾ പാരായണം ചെയ്യുന്നത്. ഇന്ന് വൈകുന്നേരം 6 മണിയോടെ ട്രംപിന്റെ പ്രസംഗം പുറത്തുവരുമെന്നാണ് റിപ്പോർട്ടുകൾ. ബൈബിളിലെ 7-ാം അധ്യായത്തിലെ 11 മുതൽ 22 വരെയുള്ള വചനങ്ങളാണ് ട്രംപ് വായിക്കുക. ഇതിൽ ഏറെ പ്രശസ്തമായ 14-ാം വാക്യം എളിമയെയും പശ്ചാത്താപത്തെയും കുറിച്ചുള്ളതാണ്. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്നും കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തും എന്നതാണ് ഈ വചനം. ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് മാർപ്പാപ്പ നടത്തിയ പരാമർശങ്ങളെ തുടർന്ന് ഇരുവർക്കുമിടയിൽ കടുത്ത ഭിന്നത നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ നീക്കം എന്നതും ശ്രദ്ധേയമാണ്. മാർപ്പാപ്പ കുറ്റകൃത്യങ്ങളോട് മൃദു സമീപനം സ്വീകരിക്കുന്ന വ്യക്തിയാണെന്നും ബലഹീനനാണെന്നും ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴി കഴിഞ്ഞ ആഴ്ചയിലും വിമർശിച്ചിരുന്നു. മുൻ പ്രസിഡന്റ് ബറാക് ഒബാമയുടെ ഉപദേശകൻ ഡേവിഡ് ആക്സൽറോഡുമായി മാർപ്പാപ്പ കൂടിക്കാഴ്ച നടത്തിയതിനെയും ട്രംപ് രൂക്ഷമായി പരിഹസിച്ചു. വിവാദങ്ങളുടെ തോഴനായ ട്രംപ് കഴിഞ്ഞ ദിവസം തന്നെ യേശുവായി ചിത്രീകരിക്കുന്ന നിർമ്മിത ചിത്രം പങ്കുവച്ചതും വലിയ ചർച്ചയായിരുന്നു. എന്നാൽ ഈ ചിത്രത്തിൽ താനൊരു ഡോക്ടറായാണ് പ്രത്യക്ഷപ്പെട്ടത് എന്നായിരുന്നു ട്രംപിന്റെ വിചിത്രമായ വിശദീകരണം. മാർപ്പാപ്പയും ട്രംപും തമ്മിലുള്ള തർക്കം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. ഇറാന് ആണവായുധം കൈവശം വയ്ക്കാമെന്ന് മാർപ്പാപ്പ പറഞ്ഞതായി ട്രംപ് ആരോപിച്ചിരുന്നെങ്കിലും സഭ ഇത് നിഷേധിച്ചിട്ടുണ്ട്. പ്രസിഡന്റ് പദവിയിൽ എത്തിയ കാലം മുതൽ ബൈബിളുമായി ബന്ധപ്പെട്ട് നിരവധി അബദ്ധങ്ങൾ ട്രംപിന് സംഭവിച്ചിട്ടുണ്ട്. 2020 ബ്ലാക്ക് ലൈവ്സ് മാറ്റർ പ്രതിഷേധത്തിനിടെ സെയിന്റ് ജോൺസ് ചർച്ചിന് മുന്നിൽ ബൈബിൾ തലകീഴായി പിടിച്ച് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തത് വലിയ വിവാദമായിരുന്നു. അന്ന് പ്രതിഷേധക്കാരെ കണ്ണീർവാതകം പ്രയോഗിച്ച് നീക്കിയ ശേഷമായിരുന്നു ട്രംപിന്റെ ഈ വിവാദ ഫോട്ടോ സെഷൻ. മുൻപ് ലിബർട്ടി സർവകലാശാലയിൽ നടത്തിയ പ്രസംഗത്തിൽ 2 കൊറിന്ത്യൻസ് എന്നതിന് പകരം 2 കൊറിന്ത്യൻസ് എന്ന് ട്രംപ് പ്രയോഗിച്ചതും ക്രൈസ്തവ ലോകത്ത് പരിഹാസത്തിന് ഇടയാക്കിയിരുന്നു. തന്റെ പ്രിയപ്പെട്ട ബൈബിൾ വചനം ഏതാണെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അത് തികച്ചും വ്യക്തിപരമായ കാര്യമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു അദ്ദേഹം. പഴയ നിയമമാണോ പുതിയ നിയമമാണോ കൂടുതൽ ഇഷ്ടമെന്ന ചോദ്യത്തിന് രണ്ടും തുല്യമെന്നായിരുന്നു ട്രംപിന്റെ മറുപടി. പ്രസ്ബിറ്റീരിയൽ വിഭാഗത്തിൽപ്പെട്ടയാളാണെങ്കിലും രാഷ്ട്രീയ ജീവിതത്തിൽ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ നേതാക്കളുമായാണ് ട്രംപ് കൂടുതൽ അടുപ്പം പുലർത്തുന്നത്. കഴിഞ്ഞ മാസം ഓവൽ ഓഫീസിൽ വെച്ച് ഇവാഞ്ചലിക്കൽ നേതാക്കൾ ട്രംപിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു. രാഷ്ട്രീയമായ നേട്ടങ്ങൾക്കായി ട്രംപ് മതം ഉപയോഗിക്കുന്നുവെന്ന വിമർശനം ഇതിനോടകം തന്നെ ശക്തമാണ്. ബൈബിൾ സംബന്ധമായ അബദ്ധങ്ങൾ പലപ്പോഴും സംഭവിക്കാറുണ്ടെങ്കിലും അമേരിക്കയിലെ ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ ട്രംപിന് വലിയ സ്വാധീനവുമുണ്ട്.